രാത്രി ഇനി തർക്കം വേണ്ട. മീരയെ കുറിച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. എവിടെയാ അവള്? സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ട്. അതെവിടെയാ? അതിപ്പോ അമ്മ അറിയണ്ട. നീ എന്താ ഈ പറയുന്നത്? എവിടെയാ ഉള്ളതെന്ന് തെളിച്ചു പറയ് രജനി. അതെനിക്കും അറിയില്ല. സിദ്ധു, ഇവിടുത്തെ എന്തൊക്കെ ഈ പറയുന്നത്? ഒരു പെൺകുട്ടിയാ. എവിടെയാ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഇപ്പോഴത്തെ കാലം വളരെ മോശം. മോശപ്പെട്ടൊരു സാഹചര്യത്തിലല്ല അവള്. മാന്യനായൊരു വ്യക്തിയുടെ കൂടെയാ. മാന്യനായ വ്യക്തിയോ? അതെ, അങ്ങേയറ്റം മാന്യനായൊരു വ്യക്തി. അവളുടെ കാര്യത്തില് ഇനി ഭയം വേണ്ട. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അവളെ ആരും വിളിക്കണ്ടെന്നല്ലേ പറഞ്ഞത്. ദേവിക്ക് പറഞ്ഞു വിട്ടോന്ന് കള്ളൊന്നും പറഞ്ഞേക്കരുത്. ഓ, ഞാൻ ഇനി ഒന്നിനുമില്ല. പോരെ, എന്റെ കുട്ടി ഇങ്ങി തിരിച്ചു വന്നാ മതി. മോളെ, മീര ഗിരീഷിനൊപ്പമാണോ? അതെ. അത് അച്ഛനെങ്ങനെ? നിന്റെ മനസ്സറിഞ്ഞ നിന്റെ അച്ഛനല്ലടി ഞാൻ. സമാധാനമായി. നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന വീട്ടിൽ തട്ടുകടയിൽ ഫുഡ് വാങ്ങണോ? അത് മുമ്പ് മുതലേ എന്റെ ശീലമാ. ഗിരിയുടെ അച്ഛൻ തുടങ്ങി വെച്ചതാ. തട്ടുദോശയും ചമ്മന്തിയും പിന്നെ രസവടയും. അത് ഗിരിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാ. എന്നിട്ട് ടീച്ചറമ്മയുടെ മോനെവിടെ? ഇതാ വന്നല്ലോ. എന്താ മാഷെ ഇത്ര വൈകിയേ? വളരെ വേണ്ടപ്പെട്ട രണ്ടുപേരെ കണ്ടു. അവരോട് സംസാരിച്ചു നിന്നു. ഞാൻ കരുതി ചിലപ്പോ ചന്ദ്രോത്ത് പോയി കാണുന്ന. ഏയ്, ഞാൻ ചന്ദ്രോത്ത് പോകുന്നുണ്ടെങ്കിൽ മീരയും കൊണ്ടായിരിക്കും. തട്ടുദോശയും ചമ്മന്തിയും രസവടെ. എന്റെ മാഷെ, അമ്മ ഉണ്ടാക്കിയ കപ്പയും മീൻകറിയും ഒരു രക്ഷയില്ല. അടിപൊളി, അടാറ്. അമ്മയ്ക്ക് സന്തോഷമായി കാണുമല്ലോ. മീര, നമുക്ക് അകത്തേക്ക് ഇരിക്കാം.